നമസ്കാരം. KCN ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ. പ്രധാന വാർത്തകൾ. ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷലഹരിയിൽ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനകളിലും അനുബന്ധ കർമ്മങ്ങളിലും പ്രാർത്ഥനാ ചടങ്ങുകളിലും വിശ്വാസികൾ പങ്കുചേർന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികാഘോഷ അന്താരാഷ്ട്ര മഹാസമ്മേളനം. സമസ്ത ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് ഞായറാഴ്ച കാസർഗോഡ് സ്വീകരണം നൽകും. മാലോത്ത് ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ക്രിസ്മസ് കരോളിനു പിന്നാലെയായിരുന്നു അപകടം. കാഞ്ഞങ്ങാട് ദേശീയ പൈതൃക ഇടനാഴി ഒരുങ്ങുന്നു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. സബ് ജൂനിയർ ടെന്നിക്കോയ് ചാമ്പ്യൻഷിപ്പിൽ മിക്സഡ് ഡബിൾസിൽ കേരളം ജേതാക്കൾ. ഫൈനലിൽ കേരളം തമിഴ്നാടുമായി ഏറ്റുമുട്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. ത്രിതല പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച നടക്കും. പർപ്പിൾ കവിന്റെ 3ാമത് ചിത്ര പ്രദർശനം കാഞ്ഞങ്ങാട് തുടങ്ങി. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ചിത്ര പ്രദർശനം. വാർത്തകൾ വിശദമായി. ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷലഹരിയിൽ. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം ഉൾക്കൊണ്ട് പ്രാർത്ഥനകളും ആഘോഷങ്ങളുമായി ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ഉത്സവമാക്കുകയാണ് ഏവരും. ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനകളിലും അനുബന്ധ കർമ്മങ്ങളിലും പ്രാർത്ഥനാ ചടങ്ങുകളിലും വിശ്വാസികൾ പങ്കുചേർന്നു. സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശവുമായി ഒരു ക്രിസ്മസ് ദിനം കൂടി. പ്രാർത്ഥനയുടെ അകമ്പടിയോടെ ലോകമെങ്ങും വിശ്വാസികൾ ഉണ്ണിയേശുവിന്റെ പിറവി ആഘോഷിക്കുകയാണ്. പള്ളികളിൽ പാതിരാ കുർബാന നടന്നു. മണ്ണിലും മനസ്സിലും വിശ്വാസത്തിന്റെ നക്ഷത്ര വെളിച്ചം നിറച്ച് നക്ഷത്രങ്ങളും പുൽക്കൂടും ക്രിസ്മസ് ട്രീയുമായാണ് നാടെങ്ങും ക്രിസ്മസിനെ വരവേറ്റത്. ക്രിസ്മസ് ശുശ്രൂഷകൾക്കും കർമ്മങ്ങൾക്കും വൈദിക മേലധ്യക്ഷരും വൈദികരും നേതൃത്വം നൽകി. തിരുപ്പിറവി ശുശ്രൂഷകൾക്കായി നൂറുകണക്കിന് വിശ്വാസികൾ വിവിധ ദേവാലയങ്ങളിൽ ഒത്തുചേർന്നു. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കരുണയുടെയും ശാന്തിയുടെയും ദൂതുമായി ഉണ്ണിയേശു പിറന്നതിന്റെ ഓർമ്മ പുതുക്കലാണ് ക്രിസ്മസ്. അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും ക്രിസ്തുമസ് ഗീതങ്ങളും പുണ്യരാവിന് വർണ്ണശോഭ നൽകി. ക്രിസ്മസ് കരോൾ ഗാന മത്സരങ്ങളും പുൽക്കൂടൊരുക്കൽ മത്സരങ്ങളും ഇത്തവണ നടന്നു. ദേവാലയങ്ങളിൽ പാതിരാ കുർബാന അടക്കമുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം കേക്ക് മുറിച്ച് വിതരണവും തുടർന്ന് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും നടന്നു. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ദേവാലയങ്ങളിലെല്ലാം ക്രിസ്മസ് ആഘോഷ പരിപാടികൾ നടന്നു. മലയോരത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും ഉണ്ണിയേശുവിന്റെ പിറവി കൊണ്ടാടി. കാസർഗോഡ് കോട്ടക്കണി സെന്റ് ജോസഫ് പള്ളി, കരിവേടകം സെന്റ് മേരീസ് ചർച്ച്, പടുപ്പ് സെന്റ് ജോർജ് ചർച്ച്, വീട്ടിയാടി സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച്, കാസർഗോഡ് സെന്റ് ജോസഫ് ചർച്ച്, ബേള വ്യാകുലമാതാ ദേവാലയം, കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ സെന്റ് ഡോളേഴ്സ് ചർച്ച്, ഹൊസങ്കടി ദേലമ്പാടി ചർച്ചുകൾ, തൃക്കരിപ്പൂർ സെന്റ് പോൾസ് പള്ളി എന്നിവിടങ്ങളിലെല്ലാം പാതിരാ കുർബാനയും തിരുകർമ്മങ്ങളും നടന്നു. ഉണ്ണിയേശുവിന്റെ പിറവി തിരുനാളായ ക്രിസ്തുമസ് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. പാതിരാ കുർബാനയും കേക്ക് മുറിയും ആഘോഷ പരിപാടികളും നടന്നു. അർദ്ധരാത്രിയോടെയാണ് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകളും തിരുകർമ്മങ്ങളും നടന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഗ്രാമനഗര വ്യത്യാസമില്ലാതെ വീടുകൾ തോറും കയറിയിറങ്ങിയ കരോൾ സംഘങ്ങൾ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വലിയ മാറ്റുകൂട്ടിയിരുന്നു. ക്രിസ്മസ് ഐതിഹ്യം വിളിച്ചോതുന്ന പുൽക്കൂടുകൾ മിക്ക വീടുകളിലും സ്ഥാപനങ്ങളിലും ഒരുക്കിയിരുന്നു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് പള്ളിയിൽ ക്രിസ്തുമസ് പാതിരാ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ മാത്യു തൈക്കൽ കാർമികനായിരുന്നു. കുർബാനയ്ക്ക് ശേഷം പള്ളി അങ്കണത്തിൽ കേക്ക് മുറിക്കലും KCYMന്റെ നേതൃത്വത്തിൽ DJയും നടന്നു. മഞ്ഞും തണുപ്പുമുള്ള ഡിസംബർ രാവുകളിൽ പ്രത്യാശയുടെ പ്രകാശവുമായി എത്തിയ ഈ ക്രിസ്തുമസ് ഒത്തൊരുമയുടെയും സാഹോദര്യത്തിന്റെയും വലിയൊരു പാഠമാണ് സമൂഹത്തിന് നൽകുന്നത്. ഉറുമീസ്, തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് ഞായറാഴ്ച കാസർഗോഡ് ആവേശകരമായ സ്വീകരണം നൽകും. 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർഗോഡ് കുണിയയിൽ നടക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികാഘോഷ അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ വിളംബരവുമായാണ് സന്ദേശയാത്ര നടത്തുന്നത്. രാവിലെ 10 മണിക്ക് തളങ്കര മാലിക് ദിനാർ ജുമാ മസ്ജിദ് പരിസരത്ത് നടക്കുന്ന സ്വീകരണ സമ്മേളനം പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. സ്വീകരണ പരിപാടികൾക്ക് മുന്നോടിയായി ഞായറാഴ്ച രാവിലെ 9 മണിക്ക് തളങ്കരയിൽ സ്വാഗത സംഘം ചെയർമാൻ A. അബ്ദുൽ റഹ്മാൻ പതാക ഉയർത്തും.
തുടർന്ന് കുമ്പോൾ സയ്യിദ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ കൂട്ട സിയാറത്തും സയ്യിദ് ഹാദി തങ്ങളുടെ നേതൃത്വത്തിൽ മജ്ലിസിന്നൂറും നടക്കും. ഡിസംബർ 27-ന് കണ്ണൂരിലെ പരിപാടികൾ പൂർത്തിയാക്കി രാത്രി തൃക്കരിപ്പൂരിലെത്തുന്ന ജാഥയ്ക്ക് അവിടെ വരവേൽപ്പ് നൽകും. ഞായറാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് 200 വാഹനങ്ങളുടെ അകമ്പടിയോടെ ചന്ദ്രഗിരിപ്പാലം വഴിയാണ് ജാഥയെ തളങ്കരയിലേക്ക് ആനയിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെത്തുന്ന ജാഥ ക്യാപ്റ്റൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ 313 ആമില, വിഖായ, കിത്മ വളണ്ടിയർമാരുടെ അകമ്പടിയോടെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 5000-ഓളം പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഡിസംബർ 19-ന് കന്യാകുമാരിയിൽ നിന്നുമാണ് യാത്ര ആരംഭിച്ചത്. ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ബംഗളൂരു അടിയാർ കണ്ണൂർ മൈതാനിയിൽ സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിലെ മത, ധാർമ്മിക, വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ട് 100 വർഷം പൂർത്തിയാക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെയും അതിന്റെ അനുബന്ധ ഘടകങ്ങളുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മഹാസമ്മേളനം നടക്കുകയാണ്. അതിന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കുണിയാണ്. ആ രീതിയിൽ കാസർഗോഡ് ജില്ലയ്ക്കും ഇവിടുത്തെ പത്രപ്രതിനിധികൾക്കും ഇവിടുത്തെ നേതാക്കൾക്കും ഒക്കെ പ്രത്യേകമായ ഉത്തരവാദിത്വവും ബാധ്യതയും സവിശേഷമായ പ്രാധാന്യവുമുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ രീതിയിൽ ഈ പത്രസമ്മേളനത്തിന് വളരെ നിർണായകമായ ഒരു സ്വാധീനവും നിർണായകമായ ഒരു സ്ഥാനവുമുണ്ട് എന്ന കാര്യവും നിങ്ങൾ മനസ്സിലാക്കി. ഏതായാലും അതിന്റെ ഭാഗമായി ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്, ഒന്നാമതായി ഈ സമ്മേളനത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട സമസ്തയുടെ അഭിവന്ദ്യ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് ആരംഭിച്ച ശതാബ്ദി സന്ദേശയാത്ര അത് കേരളത്തിന്റെ വിവിധ ജില്ലകൾ തരണം ചെയ്തുകൊണ്ട് അടുത്ത ഞായറാഴ്ച നമ്മുടെ നാട്ടിലെത്തുകയാണ്, കാസർഗോഡ് എത്തുകയാണ്. അപ്പൊ കാസർഗോഡ് മാലിക് ദീനാറിന്റെ ചരിത്രപ്രധാനമായ മാലിക് ദീനാർ പള്ളിയുടെ അങ്കണത്തിൽ വെച്ചാണ് ഈ പരിപാടിയുടെ സ്വീകരണ പരിപാടി സംഘടിക്കാൻ പോകുന്നത്. MS തങ്ങൾ മദനി, അബ്ദുസലാം ദാരിമി ആലമ്പാടി, ചെങ്കളം അബ്ദുല്ല ഫൈസി, സിദ്ദിഖ് നദ്വി ചേരൂർ, താജുദ്ദീൻ ദാരിമി പടന്ന, റഷീദ് ബെളിഞ്ചം, അബൂബക്കർ സാലൂദ് നിസാമി, ബഷീർ ദാരിമി തലങ്കര, ഇർഷാദ് ഹുദവി ബെദിര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാലോത്ത് ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ക്രിസ്മസ് കരോളിന് പിന്നാലെയാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാലോത്ത് ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റു. മാലോത്തെ ബിനുകുമാർ ലതാ ദമ്പതികളുടെ മകൻ മിഥുൽ രാജാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സച്ചുവിനെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. ക്രിസ്തുമസ് കരോൾ സംഘത്തോടൊപ്പം സജീവമായി പങ്കെടുത്ത ശേഷം മാലോത്തേക്ക് പോകുകയായിരുന്നു മിഥുൽ രാജും സുഹൃത്തും. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലിടിച്ചാണ് അപകടം സംഭവിച്ചത്. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്. കാഞ്ഞങ്ങാട് ദേശീയ പൈതൃക ഇടനാഴി ഒരുങ്ങുന്നു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി മുതൽ മടിയൻ വരെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും സാംസ്കാരിക നായകരുടെയും ജന്മ കർമ്മഭൂമികളിലൂടെയുള്ള രാജപാതയെ പൈതൃക ഇടനാഴിയായി വികസിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ മുന്നോടിയായി കാഞ്ഞങ്ങാട് MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. മഹാകവി P. കുഞ്ഞിരാമൻ നായർ, സ്വാതന്ത്ര്യ സമര സേനാനികളായ വിദ്വാൻ P. കേളുനായർ, AC. കണ്ണൻ നായർ, രസിക ശിരോമണി K. മാധവൻ, വിദ്വാൻ KK നായർ, ലോക പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ എന്നിങ്ങനെ 7 പേരുടെ കർമ്മഭൂമിയാണിത്. പ്രകാശ ശബ്ദ വീചികകളായി അവർ ഇന്നും ഈ അതിയാമ്പൂർ വെള്ളിക്കോത്ത് പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്നു. 500ഓളം വർഷം പാരമ്പര്യമുള്ള ഇക്കേരിയൻ രാജവംശം നിർമ്മിച്ച ഹൊസ്തുർഗ് കോട്ട, തെക്കേ അറ്റത്ത് അത്രത്തോളം തന്നെ പഴക്കമുള്ള അള്ളോന്റെ അള്ളട സ്വരൂപ ആസ്ഥാനമായ മടിയൻകൂലം, വടക്കേ അറ്റത്ത് ഇതിനിടയിൽ 7 കിലോമീറ്റർ നമ്മുടെ ചരിത്രവും പാരമ്പര്യവും ഈ ഇടനാഴിയിൽ ഉറങ്ങുന്നു. ഈ ഇടനാഴിയെ യാഥാർത്ഥ്യമാക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 21-ന് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ നടത്തിയ മുഖാമുഖത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകും എന്ന് തന്നെയാണ്.
പദ്ധതി പ്രദേശം സന്ദർശിച്ച ഇ ചന്ദ്രശേഖരൻ MLA പദ്ധതി യാഥാർത്ഥ്യമാക്കേണ്ടതിന്റെ പ്രാധാന്യം വിശദീകരിച്ചു. പൈതൃക ഇടനാഴി നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് അവിടെയാണ് നമ്മൾ ചെന്ന അല്ലെങ്കിൽ തുടക്കം കുറിക്കുക. അവിടെ നിന്ന് അത് ഈ കടന്നു വരുന്ന വഴികളാണ് കാരാട്ടുവയൽ, അതുപോലെ ദുർഗ സ്കൂളിന് മുമ്പിൽ, മേലാങ്കോട്ട്, അതിയാമ്പൂര്, കിഴക്കുംകര, പിന്നീട് അങ്ങോട്ട് വെള്ളിക്കോത്ത്, പിന്നെ മടിയൻ. ഈ കേന്ദ്രം ഏതാണ്ട് 7 കിലോമീറ്റർ ദൈർഘ്യമുള്ളതായിരിക്കും ഈ പാത, ഈ ഇടനാഴി. ആ 10-15 മീറ്റർ വീതിയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായി പറഞ്ഞാൽ 7 മഹാരഥന്മാരായ ഈ മേഖല, ഈ പറയുന്ന 7 കിലോമീറ്ററിനകത്ത് ജീവിച്ചവർ, ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണുള്ളത്, കാനായി കുഞ്ഞിരാമൻ. അദ്ദേഹം ഒഴികെയുള്ള മറ്റ്6 പേരും നമ്മളോടൊപ്പം ഇപ്പോൾ ഇല്ലാത്തവരാണ്. അവരെല്ലാം മഹാരഥന്മാരാണ്. നേരത്തെ പേരുകൾ സൂചിപ്പിച്ച് കഴിഞ്ഞു, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ പ്രധാനമായി വിദ്വാൻ പി ഗളുനായർ, മഹാകവി പി, അതുപോലെ തന്നെ വിദ്വാൻ KK നായർ, രസിക ശിരോമണി കോമൻ നായർ, AC കണ്ണൻ നായർ, K മാധവൻ, കാനായി പറഞ്ഞല്ലോ, കാനായി ഉൾപ്പെടെയാണ്. ഇവരാണ് 7 പേർ. എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വരും തലമുറക്ക് ഒരു വലിയ മുതൽക്കൂട്ടാവുന്ന ചരിത്രത്തെക്കുറിച്ച്, ഇന്നലെകളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പാതയായി ഇത് മാറണം, അല്ലെങ്കിൽ ഒരു പൈതൃക ഇടനാഴിയായി മാറണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരം 1926 വെള്ളിക്കോത്ത് വിദ്വാൻ പിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യസമര സേനാനി AC കണ്ണൻ നായർ മുൻകൈയെടുത്ത് സ്ഥാപിച്ച വിജ്ഞാനദായിനി ശതാബ്ദി നിറവിലാണ്. മഹാത്മജിയുടെ നിർദ്ദേശപ്രകാരം ചോട്ടാലാൽ എന്ന വടക്കേ ഇന്ത്യക്കാരൻ വെള്ളിക്കോത്ത് വന്ന് താമസിച്ചത് 6 മാസത്തിലേറെയാണ്. വിജ്ഞാനദായിനിയെക്കുറിച്ച് പഠിക്കുവാനും നിർദ്ദേശങ്ങൾ നൽകുവാനും ഇത്തരം സംഭവങ്ങൾ ഓർത്തെടുക്കുകയും അടുത്ത തലമുറയ്ക്ക് ചരിത്രബോധം നൽകുകയും ചെയ്യണം. ഇതിനാലാണ് സർക്കാർ മുന്നിട്ടിറങ്ങുന്നതെന്ന് MLA പറഞ്ഞു. അദ്ദേഹത്തോടൊപ്പം ജില്ലാ പഞ്ചായത്ത് മെമ്പർ K സബീഷ്, കൗൺസിലർ VV രമേശൻ, ടൂറിസം വകുപ്പ് ഡെവലപ്മെന്റ് ഡയറക്ടർ MA നസീബ്, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ K സജിത് കുമാർ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി AK ജിജേഷ് കുമാർ എന്നിവരും ഉണ്ടായിരുന്നു. പദ്ധതി മുന്നോട്ട് വെച്ച സാമൂഹ്യ പ്രവർത്തകൻ K പ്രസേനൻ പദ്ധതി വിശദീകരിച്ച് സംഘത്തെ അനുഗമിച്ചു. കാരാട്ടുവയലിൽ കാർഷിക പുനരുദ്ധാരണത്തോടൊപ്പം ചളിക്കളങ്ങളിലെ കായിക മാമാങ്കം, മേലാങ്കോട്ട് ഷേക്സ്പീരിയൻ നാടക സങ്കേതമായ വെലോഡ്രാം മാതൃകയിൽ നാടകശാല, പാർക്ക്, ചരിത്ര സങ്കേതമായ കലിഡസ്കോപ്പ് എന്നിവയുൾപ്പെടുന്ന സാംസ്കാരിക സമുച്ചയം, ചെറുകിട പാരമ്പര്യ കുടിൽ വ്യവസായങ്ങളുടെ നവീകരണം, പങ്കാളിത്ത നിർമ്മാണ വിപണനം മുൻനിർത്തി കുശവൻകുന്നിൽ മൺപാത്ര പ്രതിമ നിർമ്മാണശാല, മുച്ചിലോട്ട് ചാക്കിലാട്ടിയ വെളിച്ചെണ്ണ ഉൽപാദനം, തെയ്യം അണിയലം അക്കാദമി, കൈത്തറി പുനരുദ്ധാരണം, അഡോട്ട് എന്നിവയടക്കം പഴവർഗത്തോട്ടവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്നിങ്ങനെ ഒട്ടേറെ നവീന ആശയങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതി നടപ്പിലായാൽ 1000-ലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും. വിനോദസഞ്ചാര വകുപ്പ് ഇത് സംബന്ധിച്ച് വൈകാതെ റിപ്പോർട്ട് സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സബ് ജൂനിയർ ടെന്നിക്കോയ് ചാമ്പ്യൻഷിപ്പിൽ മിക്സഡ് ഡബിൾസിൽ കേരളം ജേതാക്കൾ. ഫൈനലിൽ കേരളവും തമിഴ്നാടുമായി ഏറ്റുമുട്ടും. തൃക്കരിപ്പൂരിൽ നടക്കുന്ന ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോയ് ചാമ്പ്യൻഷിപ്പിലെ ആദ്യ വിജയം ആതിഥേയരായ കേരളത്തിന്. മിക്സഡ് ഡബിൾസ് മത്സരത്തിലാണ് M തേജശ്രീ, N മുഹമ്മദ് എന്നിവരടങ്ങിയ ടീം ജേതാക്കളായത്. ആന്ധ്രാപ്രദേശിനെ പരാജയപ്പെടുത്തിയാണ് കേരള ടീമിൻ്റെ നേട്ടം. കേരള ടീം ക്യാപ്റ്റൻ കൂടിയാണ് തേജശ്രീ. തൃക്കരിപ്പൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇടയിലക്കാട്ടെ രാജേഷിൻ്റെയും സവിതയുടെയും മകളാണ്. കഴിഞ്ഞ വർഷം ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത കേരള ടീമിലെ അംഗമായിരുന്നു. കൊല്ലം ജില്ലയിലെ ചിതറ ഗവൺമെൻറ് ഹൈസ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് N മുഹമ്മദ്. M നജീബിൻ്റെയും സജിനയുടെയും മകനാണ്. ബുധനാഴ്ച നടന്ന ടീം ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കേരളം ഫൈനലിലെത്തി. ഫൈനലിൽ കേരളം തമിഴ്നാടുമായി ഏറ്റുമുട്ടും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. ത്രിതല പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച നടക്കും.
തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷൻ ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് വെള്ളി ശനി ദിവസങ്ങളിലായി നടക്കും. നഗരസഭകളിലെ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് രാവിലെ 10:30 വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 2:30 നടക്കും. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച രാവിലെ 10:30 വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 2:30 നടക്കുക. ജില്ലാ പഞ്ചായത്തിൽ വരണാധികാരിയായി കളക്ടർ കെ ഇമ്പശേഖറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും അതത് സ്ഥാപനങ്ങളിലെ വരണാധികാരികൾക്കാണ് ഇതിനുള്ള ചുമതല. നഗരസഭകളിലും ഇതിനായി വരണാധികാരികളെ പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചെയർപേഴ്സൺ, പ്രസിഡന്റ് എന്നിവർ വരണാധികാരി മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. വൈസ് ചെയർമാൻ, ചെയർമാൻ മുൻപാകെയും വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ് മുൻപാകെയുമാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാസ്ക് നായന്മാർമൂലയുടെ ആഭിമുഖ്യത്തിലുള്ള നാസ്ക് പ്രീമിയർ ലീഗ് NPL സീസൺ 6 ക്രിക്കറ്റ് ടൂർണമെന്റിന് 26 മുതൽ തുടക്കമാകും. 3 ദിവസങ്ങളിലായി നായന്മാർമൂലയിലെ നാസ്ക് ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ് നടക്കുക. കായിക മന്ത്രി V. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. 3 പതിറ്റാണ്ടിലേറെയായി കായിക സാമൂഹിക രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന നാസ്ക് നായന്മാർമൂല ഈ ടൂർണമെന്റിലൂടെ യുവജനങ്ങളുടെ കായിക മികവിനെ പ്രോത്സാഹിപ്പിക്കുകയും ആരോഗ്യകരമായ മത്സരാത്മകത വളർത്തുകയും ചെയ്യുകയുമാണ് ലക്ഷ്യമിടുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൂർണമെന്റിന്റെ ഭാഗമായി പ്രാദേശിക നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും ക്രിക്കറ്റ് മത്സരം, സാമൂഹിക മാധ്യമപ്രവർത്തകരുടെ ക്രിക്കറ്റ് മത്സരം, യൂത്ത് വിംഗ് ക്രിക്കറ്റ് മത്സരം, അയൽപ്രദേശങ്ങളിലെ ക്ലബ്ബുകളുടെ സൗഹൃദ മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിക്കും. ഇതിലൂടെ വിവിധ മേഖലകളിലെ വ്യക്തികളും ക്ലബ്ബുകളും തമ്മിലുള്ള സൗഹൃദവും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. കൂടാതെ സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ലക്ഷ്യമിട്ട് തയ്യൽ മെഷീൻ വിതരണം, അർഹതപ്പെട്ടവർക്കുള്ള വീൽചെയർ വിതരണം എന്നിവയും പരിപാടിയോടനുബന്ധിച്ച് നടക്കും. പരിപാടിയുടെ ഉദ്ഘാടനം 26-ാം തീയതി വൈകുന്നേരം കായിക മന്ത്രി V. അബ്ദുൾ റഹ്മാൻ നിർവഹിക്കും. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, കായിക രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കാസർഗോഡ് ജില്ലയിലെ സാമൂഹിക സേവന രംഗങ്ങളിലെല്ലാം വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരു ക്ലബ്ബാണ് നാസ്ക്. അതുപോലെ തന്നെ നായന്മാർമൂല പ്രദേശങ്ങളിലെ കുട്ടികളുടെ കലാവാസന മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കഴിവുകളെ കണ്ടെത്തുന്നതിന് വളരെയധികം പരിഗണിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ക്ലബ്ബ് നാസ്ക്. അതുപോലെ തന്നെ നാസ്ക് നായന്മാർമൂലയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന നാസ്ക് പ്രീമിയർ ലീഗ് ഡിസംബർ 26, 27, 28 തീയതികളിലായി നാസ്ക് മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഡിസംബർ 26-ന് വർണ്ണശബളമായ മാർച്ച് ഫാസ്റ്റോടുകൂടി ഞങ്ങളുടെ പരിപാടി ആരംഭം കുറിക്കുകയാണ്. അതുപോലെ തന്നെ ടൂർണമെൻറ്റിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്രിക്കറ്റ് മത്സരവും, അതുപോലെ തന്നെ കാസർഗോഡ് മർച്ചൻ്റ് യൂത്ത് വിംഗ് അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്രിക്കറ്റ് മത്സരവും, മാത്രമല്ല ചെങ്കള ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്രിക്കറ്റ് ടീമും, കാസർഗോഡ് മുനിസിപ്പാലിറ്റി കൗൺസിലർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്രിക്കറ്റ് സൗഹൃദ മത്സരം സംഘടിപ്പിക്കുകയാണ്. NPL ചെയർമാൻ PB അച്ചു, NM ക്ലബ്ബ് പ്രസിഡന്റ് ഹാരിസ്, ക്ലബ്ബ് സെക്രട്ടറി അബ്ബാസ് NU, ട്രഷറർ TK നൌഷാദ്, NPL സംഘാടക സമിതി അംഗങ്ങളായ ഷഫീഖ് PB, ഷുക്കൂർ NM, സിദ്ദു PB, കലന്തർ, ഷിഹാബ് കൊപ്ര, ബർഷി, ഇംതിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേന്ദ്ര ജീവനക്കാരുടെ കോൺഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് കാസർഗോഡ് ഡിവിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ E. പത്മാവതി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ജീവനക്കാരുടെ കോൺഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് കാസർഗോഡ് ഡിവിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വർഗീയതയുടെ രാഷ്ട്രീയത്തിനെതിരെ സ്നേഹത്തിന്റെ കരോൾഗാനം എന്ന സന്ദേശമുയർത്തി ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ E. പത്മാവതി ഉദ്ഘാടനം ചെയ്തു.
അപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കുന്നതായാലും ക്രിസ്മസിൻ്റെ മറ്റു ആഘോഷങ്ങളായാലും ഇതെല്ലാം എല്ലാ മതസ്ഥരും നമ്മളൊരു മനുഷ്യരുടെ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആഘോഷമാണെങ്കിൽ പൊതുവായിട്ടുള്ള ഇടങ്ങളിൽ പൊതുസ്ഥാപനങ്ങളിലും അതേ രീതിയിൽ തന്നെയാണ് ആഘോഷങ്ങൾ നടക്കുക. എത്ര ഓഫീസുകളിൽ ക്രിസ്മസ് പാപ്പയുടെ വേഷം കെട്ടിയിട്ട് കരോളുമായിട്ട് ദിവസങ്ങളോളം എത്ര ഓഫീസുകളിൽ ഇങ്ങനെ സ്നേഹം വിതറിയിട്ട് സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് വന്നപ്പോൾ നമുക്കെല്ലാം വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ചും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. അവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വേണ്ടി കരോൾ ഗാനം പാടാൻ ക്രിസ്മസ് പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ ക്രിസ്മസ് പരിപാടിക്ക് മുമ്പായിട്ട് ഗണഗീതം പാടാനുള്ള അവകാശം ഉണ്ടാവണം, അതിനവസരം ഉണ്ടാവണം. അതാണ് ഒരു കൂട്ടർ ആവശ്യപ്പെട്ടത്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പരിപാടി നടത്തുമ്പോൾ അവിടെ എന്തിനാണ് RSSൻ്റെ ഗീതം പാടുന്നത്? RSSൻ്റെ ഗീതമാണ് ഗണഗീതം. ഈ രാജ്യത്തെ ഹിന്ദുക്കൾ പാടുന്ന പാട്ടല്ല ഗണഗീതം. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഹിന്ദുത്വ ഭൂരിപക്ഷത്തെ, അതിൻ്റെ വർഗീയതയെ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ, ഒരു സംഘടനയുടെ അതിൻ്റെ ഒരു ഗാനം എന്തിനാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ പാടേണ്ടത്? കേന്ദ്ര ജീവനക്കാരുടെ കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി PV ശരത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ C രാഘവൻ, K ഉണ്ണികൃഷ്ണൻ, KR ബാബുരാജൻ, KV വിൻസെന്റ്, ലളിതാബായ്, O രാജീവൻ എന്നിവർ സംസാരിച്ചു. M വിപിൻ സ്വാഗതവും VV രാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായ ശോഭിക വെഡ്ഡിംഗ്സ് കാസർഗോഡ് പുതിയ മെഗാ ഷോറൂം ആരംഭിക്കുന്നു. കാസർഗോഡ് ഷോറൂമിലേക്ക് വിവിധ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിച്ചു തുടങ്ങി. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന വിപുലമായ ഇന്റർവ്യൂവിൽ 1500-ലധികം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. കേരളത്തിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായ ശോഭിക വെഡ്ഡിംഗ്സ് കാസർഗോട്ടും അതിവിശാലമായ ഷോറൂം ആരംഭിക്കുന്നു. ഉടൻ ആരംഭിക്കുന്ന പുതിയ മെഗാ ഷോറൂമിലേക്ക് വിവിധ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിച്ചു തുടങ്ങി. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് വിപുലമായ ഇന്റർവ്യൂ നടന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടുനിന്ന ഇന്റർവ്യൂവിൽ കാസർഗോഡ് ജില്ലയിലെയും സമീപ ജില്ലകളിൽ നിന്നുമായി 1500-ലധികം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. 5 പതിറ്റാണ്ടുകളായി വിശ്വാസത്തിൻ്റെയും ഗുണനിലവാരത്തിൻ്റെയും പ്രതീകമായി കേരളത്തിൻ്റെ വസ്ത്രവ്യാപാര രംഗത്ത് മുൻനിരയിൽ നിലകൊള്ളുന്ന സ്ഥാപനമാണ് ശോഭിക വെഡ്ഡിംഗ്സ്. ബ്രൈഡൽ വെയർ, വിവാഹ സാരികൾ, ലഹങ്കകൾ, ഗ്രൂം കളക്ഷൻ, കുട്ടികൾക്കായുള്ള വസ്ത്രങ്ങൾ തുടങ്ങി എല്ലാ പ്രായക്കാർക്കും എല്ലാ വിഭാഗങ്ങൾക്കുമായി സമ്പൂർണ്ണ വെഡ്ഡിംഗ് ആൻഡ് ഫാഷൻ കളക്ഷൻ ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭ്യമാകുന്നതാണ് ശോഭികയുടെ പ്രത്യേകത. കാസർഗോട്ട് ഏറ്റവും വലിയ ഷോറൂമാണ് ശോഭിക വെഡ്ഡിംഗ്സ് ആരംഭിക്കുന്നത്. വസ്ത്രവൈവിധ്യങ്ങളുടെ ഏറ്റവും വലിയ കലവറയായ ശോഭിക വെഡ്ഡിംഗ്സ് കാസർഗോഡിന് ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവമായിരിക്കും പകർന്നു നൽകുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് താലൂക്ക് NSS കരയോഗ യൂണിയന്റെ ആഭിമുഖ്യത്തിലുള്ള വിദ്യാഭ്യാസ ധനസഹായ വിതരണം നടത്തി. ഇതോടൊപ്പം യൂണിയൻ സ്കോളർഷിപ്പ് എൻഡോമെന്റ് വിതരണവും നടന്നു. കാസർഗോഡ് താലൂക്ക് NSS കരയോഗ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ ധനസഹായ വിതരണവും യൂണിയൻ സ്കോളർഷിപ്പ് എൻഡോമെന്റ് വിതരണവും നടത്തി. കാസർഗോഡ് താലൂക്ക് NSS കരയോഗ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ ധനസഹായ വിതരണവും യൂണിയൻ സ്കോളർഷിപ്പ് എൻഡോമെന്റ് വിതരണവും നടത്തി. കാസർഗോഡ് താലൂക്ക് തഹസിൽദാർ M രമേശൻ പൊയ്നാച്ചി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇനി നിലവിൽ വരാൻ പോകുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ നേരത്തെ കമ്പ്യൂട്ടറായിരുന്നു അതിനൊരു വില്ലനായിരുന്നതെങ്കിൽ അതിനെ കടത്തിവെട്ടുന്ന AI-യുടെ സഹായത്തോടുകൂടി 10 പേര് ചെയ്യേണ്ട ജോലി ഒരാൾക്ക് ചെയ്യാൻ കഴിയും. അപ്പം അതുകൊണ്ട് സർക്കാർ ജോലിയെ ലക്ഷ്യം കണ്ടിട്ടുള്ള പഠിത്തമല്ല നിങ്ങൾ നടത്തേണ്ടത്. അതിനപ്പുറം ഒരു വ്യക്തി നന്നായി പ്രവർത്തിക്കേണ്ട AI ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലൊരു മേഖല കണ്ടെത്താൻ കഴിയണം. വ്യക്തി ജീവിതത്തിലും പഠിത്തം കൊണ്ട് മാത്രമല്ല, നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വരുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വരും, എഴുന്നേറ്റ് നിൽക്കാനും അവരെ സ്വീകരിച്ചിരുത്താനും അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ബന്ധുക്കളെ തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമുക്ക് വരണം. വീടിൻ്റെ റിമോട്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് കുടുംബത്തിൻ്റെ കയ്യിലേക്ക് മാറണം. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, പണ്ടൊക്കെ ഒരാൾ ഒരു ജോലി ചെയ്യുമ്പോൾ ആ ഒരു ജോലിയിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതെങ്കിൽ ഇന്ന് ദോശ വാങ്ങുമ്പോൾ മറ്റേ കയ്യിൽ മൊബൈലിൽ വേറൊരു കാര്യം നോക്കിക്കൊണ്ടിരിക്കും. കുട്ടികളായാലും മുതിർന്നവരായാലും ഫോൺ, എൻ്റെ കാര്യം തന്നെ എടുത്താലും 10 മിനിറ്റ് നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ഫോണിലാണ് നമ്മൾ ആരെങ്കിലും മെസ്സേജ് അയച്ചോ അതിനാണ് നമ്മുടെ സമയം പാഴാക്കുന്നത്. അതിൽ നിന്ന് മാറി
ആ മൊബൈൽ ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് കരുതി എല്ലാവരും ആ മൊബൈൽ എടുത്ത് യൂട്യൂബിന്റെ പുറകെ പോയാൽ എല്ലാവർക്കും പണം കിട്ടണമെന്നില്ല. ദിവസം 4 ലക്ഷം സമ്പാദിക്കുന്ന കുട്ടികളും 10ാം ക്ലാസ്സിന് മുമ്പേ 4 ലക്ഷം രൂപ സമ്പാദിക്കുന്ന കുട്ടികളൊക്കെയുള്ള ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ചടങ്ങിൽ കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു. യൂണിയൻ പ്രസിഡന്റും NSS ഡയറക്ടർ ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് എ ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് സ്മിത ബാലകൃഷ്ണൻ സംസാരിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് സി ഭാസ്കരൻ നായർ സ്വാഗതവും യൂണിയൻ സെക്രട്ടറി ഇ അരവിന്ദാക്ഷൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. SBIയുടെ നേതൃത്വത്തിൽ CSR പദ്ധതിയുടെ ഭാഗമായി ഫലവൃക്ഷ തൈകളും വളവും വിതരണം ചെയ്തു. 1200 കർഷകർക്ക് 2 വീതം ഫലവൃക്ഷ തൈകളാണ് വിതരണം ചെയ്തത്. SBIയുടെ നേതൃത്വത്തിൽ CSRന്റെ ഭാഗമായി സംസ്ഥാനത്ത് മുഴുവനായി VFPCKയുമായി ചേർന്ന ഫലവൃക്ഷ തൈകളും അവയ്ക്ക് ആവശ്യമായ 1 കിറ്റ് വളവും സൗജന്യമായി വിതരണം ചെയ്തു. നാളേക്ക് നടാം അതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ 1200 കർഷകർക്ക് 2 ഫലവൃക്ഷ തൈകൾ വീതം വിതരണം ചെയ്തു. 1 മാവ് 1 പ്ലാവ് എന്നിവയാണ് നൽകുന്നത്. 5 വർഷത്തെ പരിപാലനവും VFPCK ഉറപ്പാക്കും. SBIയുടെ നേതൃത്വത്തിൽ VFPCKയുടെ കീഴിൽ നടത്തുന്ന പരിപാടിയുടെ ഉദ്ഘാടനം മാവുകാൽ വനിതാ സഹകരണ സംഘത്തിന്റെ ഹാളിൽ വെച്ച് നടന്നു. അതുകൂടാതെ തന്നെ ഇത് നാളേക്ക് നടാം SBIയോടൊപ്പം എന്ന് പറഞ്ഞ ഒരു ടാഗ് ലൈനോട് കൂടിയിട്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുമായിട്ട് ചേർന്നിട്ട് ഈ ഒരു പരിപാടി ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ SBIക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. നമുക്കറിയാം ഇന്ത്യയിലെ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഷിക വൃത്തിയിൽ ഊന്നിയിട്ടുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് നമുക്കുള്ളത്. ഇന്ത്യയിലെ ഏതാണ്ട് 60% ജനങ്ങൾ കർഷകരോ അല്ലെങ്കിൽ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പം നമ്മളുടെ രാജ്യം ഒരുപാട് പുരോഗതി ഈ കാലയളവിൽ നേടി. അതിനകത്ത് വളരെ സോളിഡായിട്ടുള്ള ഒരു പെർഫോമൻസ് വന്നിട്ടുള്ളത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലാണ്. നമുക്കറിയാം ഗ്രീൻ റെവല്യൂഷന് മുൻപ് നമുക്ക് പട്ടിണിയും പരിവട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ നിലയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിനെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി കാർഷിക വിളകൾ അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷയിൽ സർപ്ലസ് ആയിട്ടുള്ള രാജ്യമായിട്ട് മാറ്റി. A. രാകേഷ്, രമേശ് നാരായണൻ, രമേശ് ടി, രാജേഷ് യു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ പർപ്പിൾ കൗവിന്റെ 3ാമത് ചിത്രപ്രദർശനം കാഞ്ഞങ്ങാട് തുടങ്ങി. കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ചിത്രപ്രദർശനം നടക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ പർപ്പിൾ കൗവിന്റെ 3ാമത് ചിത്രപ്രദർശനം കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശനം തുടങ്ങി. ഡിസംബർ 24 മുതൽ ഡിസംബർ 30 വരെ പ്രദർശനം തുടരും. ചിത്രപ്രദർശനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കുട്ടികളുടെ ചിത്രരചനാ മത്സരത്തിലെ വിജയികളായ അതിഥി കൃഷ്ണ, ആരവ് രമേശ്, ഇഷാനി, ഇഷാൻ രാജ്, ജ്വാല, ഐറിൻ ഇവ, നിധി പവൻ, ഇവാനിയ പ്രത്യൂഷ്, വാമിക ലക്ഷ്മി, അനയ് കൃഷ്ണ എന്നിവർ ചേർന്ന് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ചേട്ടന്മാരോ ആൻറ്റി ഇവരൊക്കെ അവരുടെ എല്ലാം മനസ്സിൽ ദൈവം അവരെ ജനിച്ചു വിടുമ്പോൾ തന്നെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവരിവിടെ നിങ്ങളിവിടെ കൊണ്ടുവന്നത്. നിങ്ങളെ അമ്മമാരിവിടെ കൊണ്ടുവരുമ്പോൾ അവരുടെ മനസ്സിൽ അതാണ് എൻ്റെ മക്കള് വലിയൊരു നിലയിലെത്തണം, നല്ലൊരു കലാകാരനാവണം, നല്ലൊരു കലാകാരി ആവണം എന്നുള്ള ബോധത്തിലാണ് അവരുടെ കൊണ്ടുവരുന്നത്. അങ്ങനെ ആ ഒരു കയ്യൊപ്പ് പതിഞ്ഞ ഒരു വ്യക്തി എൻ്റെ റോട്ടറി പയ്യന്നൂർ എലൈറ്റിലുണ്ട്. അതാണ് അനൂപ് കേട്ടോൺ. അനൂപ് കേട്ടോൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എൻ്റെ ക്ലബിലെ മെമ്പറാണ്. അനൂപിനോട് ഞാൻ വളരെ കുറച്ചു കാലത്തെ പരിചയം ഉണ്ടായിട്ടില്ല. അതിനുശേഷം നമ്മളൊരു പരിപാടിക്ക് ഒരു ഒഫീഷ്യൽ പരിപാടി 2 മാസം മുമ്പേ ഉണ്ടായിരുന്നു. അരവിന്ദാക്ഷൻ സദ്ഗമയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലെൻസ്ഫെഡ് മുൻ ജില്ലാ അധ്യക്ഷൻ വിജയൻ എം, ജൂനിയർ JCI കോർഡിനേറ്റർ സജിത് VK, അഡ്വക്കേറ്റ് ഷിജു പുതിയപുരയിൽ എന്നിവർ അതിഥികളായി കുട്ടികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. ഷീബ ഇയക്കാട്, സബീന നാലവടത്ത്, ശ്രീജിന ജഗദീഷ്, ശ്രീഷ അരവിന്ദ്, സിമി കൃഷ്ണൻ, ദീപ്തി മംഗലത്ത്, ലതാ ബാലകൃഷ്ണൻ, സൗമ്യ ബാബു, അനൂപ് കെ ടോം, ശരത് കരിച്ചേരി, KV ഗോപാലൻ, വിനോദ് പയ്യന്നൂർ, ഷിഹാബ് ഉദിനൂർ, ബാലൻ കാഞ്ഞങ്ങാട് സൗത്ത് തുടങ്ങിയവരുടെ 1000 രൂപ മുതൽ 5000 രൂപ വരെയുള്ള 120 ചിത്രങ്ങൾ പ്രദർശനത്തിന് ഒരുക്കിയിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ സബീന നലവടത്ത് സ്വാഗതവും ഷീബ ഇയക്കാട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
രാവണേശ്വരം കളരിക്കൽ ശ്രീ മുളവന്നൂർ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. കലാപരിപാടികൾ അരങ്ങേറി. രാവണേശ്വരം കളരിക്കാൽ ശ്രീ മുളവന്നൂർ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായി തിരുവാതിരയും കൈകൊട്ടിക്കളിയും അരങ്ങേറി. തുടർന്ന് 120 കലാകാരികൾ അണിനിരന്ന മെഗാ ഫ്യൂഷൻ ഡാൻസും ശ്രദ്ധേയമായി. നിരവധി ഭക്തജനങ്ങളാണ് പ്രതിഷ്ഠാദിന മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, രാവണേശ്വരം. തകതകലടി വേട്ട തുടങ്ങാം പണ്ടൊരു വേലേറി വരും ഇടകളെ കാത്തരുളും നാഞ്ഞകനെ ശ്രീമണി കണ്ട മോഹിനി തൻ പൊന്മകനെ ശ്രീകരനും നന്ദനരെ നീ ശരണം കരികരസുരനെ അമ്പേന്തി കൊമ്പേന്തി തായങ്ങൾ പൂസുമ്മേ അനുവാദം തന്നവരുടെ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 41ാം ജില്ലാ സമ്മേളനം 26, 27 തീയതികളിൽ കാഞ്ഞങ്ങാട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 41ാം ജില്ലാ സമ്മേളനം 26, 27 തീയതികളായി കാഞ്ഞങ്ങാട്ട് വെച്ച് നടക്കും. 26 രാവിലെ 10 മണിക്ക് ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വനിതാ സമ്മേളനം നടക്കും. വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി കെ സരോജിനി ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 26, 27 നടക്കാൻ പോയ സമ്മേളനത്തിന്റെ പൂർണ്ണമായ നടത്തിപ്പിന് വേണ്ടി വിധാന മാസം നടന്നതായ സംഘാടക രൂപീകരണത്തിൽ അതിന്റെ പ്രവർത്തനം ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കാസർഗോഡ് ജില്ലയിൽ തന്നെ 5000-ഓളം മെമ്പർമാർ ഉൾപ്പെട്ട ഒരു സംഘടനയെ മാറിയിരിക്കുകയാണ്. സംഘടനയുടെ ഉത്തരവാദിത്വം കേരളത്തിലെ 5 ലക്ഷത്തോളം വരുന്നതായ സർവീസ് പെൻഷൻകാരും 6 ലക്ഷത്തോളം വരുന്നതായ സർവീസ് ജീവനക്കാരും അവിടെ ആവശ്യങ്ങളും ആനുകൂല്യങ്ങളും അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുകയാണ്. അവിടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും സർക്കാർ മുമ്പിൽ പറയാൻ പറ്റുന്ന ഏകദേശം ഒരു സംഘടന കേരള സർവീസ് പെൻഷൻ മാത്രമേ ഉള്ളൂ. ഏതായാലും ഏകദേശം 9 വർഷക്കാലമായി നിരന്തരമായ സമര പോരാട്ടത്തിലാണ് സംഘടന. ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നവരെയുള്ള ആ സമര പോരാട്ടമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് 41ാം സംസ്ഥാന സമ്മേളനം കണ്ണൂർ വെച്ച് 2026 ജനുവരി മാസം 19, 20, 21 തീയതികൾ നടക്കാൻ പോവുകയാണ്. 2-ന്
ജില്ലാ കൗൺസിൽ യോഗം നടക്കും. സംസ്ഥാന സെക്രട്ടറി കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 27 രാവിലെ 9:30 പ്രകടനം തുടങ്ങും. നോർത്ത് കോട്ടശ്ശേരി നാഷണൽ ഇലക്ട്രോണിക് സ്ഥാപന പരിസരത്ത് നിന്നും ആരംഭിക്കും. കിഴക്കുങ്കര ചൈതന്യ ഓഡിറ്റോറിയത്തിലാണ് ഉദ്ഘാടന സമ്മേളനം. 10:30 രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിക്കും. DCC പ്രസിഡന്റ് PK ഫൈസൽ സംബന്ധിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ PP കുഞ്ഞമ്പു, PC സുരേന്ദ്രൻ നായർ, തോമസ് മാത്യു, ബാബു മണിയങ്ങാനം, K സരോജിനി, CP ഉണ്ണികൃഷ്ണൻ, C രത്നാകരൻ, C പ്രേമരാജൻ, KP ബാലകൃഷ്ണൻ, P ഗംഗാധരൻ, MK ദിവാകരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ. ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷലഹരിയിൽ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനകളിലും അനുബന്ധ കർമ്മങ്ങളിലും പ്രാർത്ഥനാ ചടങ്ങുകളിലും വിശ്വാസികൾ പങ്കുചേർന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികാഘോഷ അന്താരാഷ്ട്ര മഹാസമ്മേളനം. സമസ്ത ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് ഞായറാഴ്ച കാസർഗോഡ് സ്വീകരണം നൽകും. മാലോത്ത് ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ക്രിസ്മസ് കരോളിനു പിന്നാലെയായിരുന്നു അപകടം. കാഞ്ഞങ്ങാട് ദേശീയ പൈതൃക ഇടനാഴി ഒരുങ്ങുന്നു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. സബ് ജൂനിയർ ടെന്നിക്കോയ് ചാമ്പ്യൻഷിപ്പിൽ മിക്സഡ് ഡബിൾസിൽ കേരളം ജേതാക്കൾ. ഫൈനലിൽ കേരളം തമിഴ്നാടുമായി ഏറ്റുമുട്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. ത്രിതല പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച നടക്കും. പർപ്പിൾ കവിന്റെ 3ാമത് ചിത്ര പ്രദർശനം കാഞ്ഞങ്ങാട് തുടങ്ങി. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ചിത്ര പ്രദർശനം. ഒരിക്കൽ കൂടി ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.